T20 സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരാറാണ് ഇവിടെ മത്സരിക്കുന്നത്. തൃക്കാക്കര ചേട്ടൻ തൃക്കാക്കര സ്വദേശിയാണ്. എന്താ പറയാനുള്ളത്? അഖിൽമാരാറാണ് മത്സരാർത്ഥിയുടെ വിജയസാധ്യത എത്രത്തോളം ഉണ്ടാവും തൃക്കാക്കര മണ്ഡലത്തിൽ? തൃക്കാക്കര മണ്ഡലം വളരെ കാലമായിട്ട് UDFന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ്. മാത്രമല്ല ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു പോയ ഉമാ തോമസ് തന്നെയാണ് പ്രാവശ്യ സാരഥി. അതുകൊണ്ട് തന്നെ വിജയസാധ്യത കൂടുതലും ഉമാ തോമസിനാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇപ്പം അഖിൽമാരാറ് എന്ന ജനപ്രീതി നേടിയ കുടുംബ പ്രേക്ഷകർക്ക് അധികം ആൾക്കാരെ അറിയാം. ബിഗ് ബോസ് കണ്ടിട്ടുള്ള മലയാളികൾ അഖിൽമാരാർ എന്ന വ്യക്തിയെ മറക്കില്ല. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആള് തൃക്കാക്കര മത്സരിക്കുമ്പോൾ UDFന്റെ കുറച്ചെങ്കിലും വോട്ട് അഖിൽമാരാരെ കയ്യിലാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? UDFന്റെ വോട്ട് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ കുറച്ചെങ്കിലും വോട്ട് കയ്യിലാക്കില്ലേ? വോട്ട് 2020 കുറച്ച് വോട്ടുകൾ ചിലപ്പോൾ കിട്ടിയേക്കാം. വ്യക്തിപരമായിട്ട് അനിൽമാരാറിനോട് താല്പര്യമുള്ള ചില ആളുകളുണ്ടാവുമല്ലോ, നിഷ്പക്ഷമായിട്ടുള്ള നിൽക്കുന്ന അത്തരം ആളുകളുടെയും വോട്ട് കിട്ടിയേക്കാം. പക്ഷേ പാർട്ടി ബേസ്ഡായിട്ടുള്ള വോട്ട് UDFന് അനുകൂലമായിട്ട് തന്നെ വരാൻ സാധിക്കും. അപ്പോൾ വീണ്ടും UDF തന്നെ തൃക്കാക്കര ഭരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം ആര് ഭരിക്കുന്നത് തീരുമാനിക്കുന്നത്? LDF തുടരണോ അല്ലെങ്കിൽ UDF മാറ്റം വരണോ എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. ചേട്ടൻ്റെ ആഗ്രഹം എന്താണ്? LDF തുടരണോ അതോ UDF ഭരിക്കണോ? പിണറായിയുടെ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? പിണറായിയുടെ ഭരണം തുടർച്ച ഭരണം പൊതുവെ ഒരു ജനവികാരം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് ഭരണമാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ കോൺഗ്രസ്സിന് ഭരണമാറ്റം എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നത്? കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചേട്ടന് പറയാൻ? കാരണം ഇപ്പോൾ ഭരണമാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് പല ആളുകൾക്കും ഒരു താല്പര്യമുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കേരളം ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ്സിൽ ആര് ഭരിക്കും? കോൺഗ്രസിൻ്റെ ഭരണം ഇപ്പോൾ VD സതീശൻ തന്നെ ഏറ്റെടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. VD സതീശൻ ഭരിക്കുമ്പോൾ മറ്റ് കോൺഗ്രസ് ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അവര് അഭിപ്രായം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പാർട്ടിയിലുള്ള. അത് പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പിലും വരുന്നൊരു ആക്ഷേപമാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് അവർ തീരുമാനം എടുക്കും. അതിൽ നല്ലൊരു നേതൃത്വത്തെ അവർ തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിണറായിക്ക് നല്ല നേതാവ് അല്ലെങ്കിൽ കൊറോണ കാലത്തൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെ കൈകാര്യം. അല്ല, പിണറായിക്ക് നല്ല നേതാവ് VD സതീശനാണ്. ഭരിക്കാൻ യോഗ്യത ഉണ്ടോ? ഭരിക്കാൻ യോഗ്യത ഒരു പ്രാവശ്യം അവസരം കൊടുത്താലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ല, പിണറായിക്കാൾ യോഗ്യത ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അത് ഇല്ല. യോഗ്യത ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ യോഗ്യത നമ്മൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ ഭരണം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തിയതിന് ശേഷമാണ്. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയാലാണ് നമുക്ക് അവരെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ എന്നെങ്കിലും BJP കേരളത്തിൽ ഭരിക്കുന്നൊരു കാലം വരുമെന്ന് ചേട്ടൻ വിചാരിക്കുന്നുണ്ടോ? ഒരു കേരളീയൻ തന്നെ അത് നമുക്ക് തീർത്തും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം BJP ഇന്ത്യ ഭരിക്കുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം വെറും 4 സീറ്റിൽ ഒതുങ്ങിയിരുന്ന ഒരു പാർട്ടി ഇത്രയും വലിയൊരു പാർട്ടിയായി മാറിയെങ്കിൽ BJP ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ മെയിനായിട്ട് അവരുടെ വർഗീയതയാണ് അവരുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ, അതാണ് അവർ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP മറ്റുള്ള സ്റ്റേറ്റുകളിൽ വെച്ച് നോക്കി എല്ലാ ഏരിയകളിലും ഈ വർഗീയതയും പ്രശ്നങ്ങളും ആണ് അവരുടെ മുഖ്യമായിട്ടുള്ള ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും അവർ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈ വർഗീയത നാട്ടിലെ ആളി കത്തിച്ചിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ തല്ലിക്കൊല്ലും, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരു ജനവിഭാഗത്തിനെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തിയേക്കാണ്. എത്രയോ വർഷം മുസ്ലിങ്ങൾ ഇവിടെ ഈ ഇന്ത്യ ഭരിച്ചു, ഇവിടെ വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് കോൺഗ്രസ് എത്ര വർഷം ഭരിച്ചു? ഹിന്ദുക്കൾ ആരെങ്കിലും തല്ലിക്കൊല്ലാൻ എന്തെങ്കിലും പോയാൽ. പക്ഷേ അവരുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയത പരത്തിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഭരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഈ കേരളത്തിൽ അതിന് ഒരു സാധ്യത ഇപ്പോഴില്ലെങ്കിലും പക്ഷേ പല ആളുകളുടെയും മനസ്സിലേക്ക് അത്തരം ഒരു വർഗീയമായിട്ടുള്ള ചിന്താഗതി കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ 3ാം തവണയാണ് ഇന്ത്യയിൽ BJP ഭരണം വരുന്നത്. എന്നെങ്കിലും BJPയുടെ ഭരണം ഇനി മാറും എന്ന് വിചാരിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മാറാൻ സാധ്യത ഉണ്ടോ? രാഹുൽ ഗാന്ധി ആകാൻ സാധ്യത
ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരുപാട് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കോ നിലപാടെടുക്കാൻ അതായത് ചേട്ടൻ പറഞ്ഞത് കള്ളവോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് BJP ജയിച്ചതെന്നാണോ? അതെ, ഇന്ത്യയിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് നിരത്തിയിട്ടും അതിനെതിരെ ഒരു പ്രതികരണം പോലും വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം പോലും ചെയ്യാനായിട്ട് BJPയെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം പല രീതിയിൽ അവർ തെളിയിക്കപ്പെട്ടല്ലോ. കോടിക്കണക്കിന് വോട്ടിൻ്റെ വ്യത്യാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടതാണ്. പോൾ ചെയ്ത വോട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അന്തരം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു തെളിവ് നിരത്തി പറഞ്ഞിട്ട് പോലും ഈ പാർട്ടി അതിനെ ഗണ്ണിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവിടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് വളരെ വ്യക്തമാണ്. എന്തായാലും BJP തുടരുമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രമക്കേട് നിലനിൽക്കുന്നിടത്തോളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എന്തും ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അത് പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കിയ സമയത്ത് കോൺഗ്രസ് അതിനെ എതിർത്തെങ്കിലും കോൺഗ്രസിൻ്റെ എല്ലാ പാർട്ടിക്കാരും പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് ആ ബില്ല് പാസ്സാക്കിയത്. ഇനി ഒരിക്കലും ഒരു കോൺഗ്രസ് അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ നിലപാടാണെങ്കിൽ. പക്ഷേ എങ്ങനെ നിന്നാലും BJPയുടെ ഈ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടും. അതിന് എതിരെ ശക്തമായി ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ.